ഹലോ ഫ്രണ്ട്സ്, എസ് എസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെയാണ് സ്ഥലം എന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചാണ് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ഞാനും വൈഫും കൂടി ഒന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. കോഴിക്കോട് ബീച്ചൊന്ന് കാണാം. കോഴിക്കോട് ബീച്ച് കാണാൻ മാത്രമല്ല, അവരുടെ വീട്ടിൽ പോകാനുണ്ട്. അപ്പം ഞങ്ങളിവിടെ രാവിലത്തെ ഇൻ്റർസിറ്റിയിൽ വന്നിട്ട് ഇവിടെ ഒരു സുപ്രഭാത് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ ബീച്ച് കാണാൻ വേണ്ടി വന്നു. ബീച്ച് കണ്ടു കഴിഞ്ഞ് ശിവയുടെ സ്വന്തം ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അങ്ങനെ വീട്ടിൽ പോകും. ഓ, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഒന്ന് തിരക്ക് തീരെ കുറവല്ലേ ശിവ? കണ്ടോളൂ കണ്ടോളൂ. ഇനി അങ്ങോട്ട് തട്ടി വിട്ടത്. പ്ലാസ്റ്റിക് ഇവിടെയും കടൽക്കരയിൽ ഇട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എത്ര കടൽ ജീവികൾക്ക് ബുദ്ധിമുട്ടാണ്. അല്ലേ? കടൽ ജീവികൾക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. ആ ഭക്ഷണം കഴിക്കാൻ വന്ന ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ബീച്ച്. എനിക്കറിയില്ലായിരുന്നു, ശിവയാണ് പറഞ്ഞത്. തൊട്ടു തൊട്ടു തൊട്ട് എൻ്റെ കാലിൽ തൊട്ടു. അതാ വലിയ തിര വരുന്നു. എൻ്റെ അമ്മേ, ദേ വന്ന്. എൻ്റെ പാൻറ് ഞാൻ മുകളിലേക്ക് കയറ്റിയിട്ടില്ല. നല്ല രസമുണ്ട്. കടലമ്മ നമ്മളെ തൊട്ടു മക്കളെ, കടലമ്മ നമ്മളെ തൊട്ടു. വരൂ 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 കടലമ്മ. അതാണ് നമ്മളെ ആളെ കണ്ട സമുദ്രം ഘോഷിക്കുന്നു പണ്ട് എൻ്റെ മുത്തശ്ശൻ പറയും. അത് ശരിയാണ്. നമ്മളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാ കണ്ട വരുന്നേ. പാലക്കാട്ടിൽ നിന്ന് വന്നവർക്ക് സ്വാഗതം പറയുകയാണ് അല്ലേ? ഇതോ അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്. ബോട്ടല്ലേ? ചെറിയൊരു ബോട്ട്, വേറൊന്നും കാണാനില്ല. അതാ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ദൂരം ഉണ്ട്. ക്യാമറയിൽ കിട്ടുമോയെന്ന് അറിയില്ല. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആണ് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ച. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, ഒരുപാട് കലാപരിപാടികളും സംഗീത സദസ്സുകളൊക്കെ നടക്കാറുള്ള സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് കേട്ടിട്ടുണ്ട്. തോന്നുന്നു വൈകുന്നേരങ്ങളിലായിരിക്കും കുറച്ചുകൂടി ആക്റ്റീവ് എന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ.